ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും ഒരു തുടക്കമുണ്ട് എങ്കിൽ അതിന് തീർച്ചയായും ഒരു അവസാനം കൂടി ഉണ്ടായിരിക്കും. ഒരു ദിവസം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പോലും മരണത്തിന് മുമ്പിൽ കീഴടങ്ങും. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ജീവിക്കുന്ന നമ്മുടെ ഭൂമിക്കും ഒരു അവസാനം ഉണ്ടായിരിക്കില്ലേ? സോ ഇന്ന് ക്രേസിപീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഭൂമിയുടെ അവസാന നിമിഷങ്ങളിലേക്കാണ്. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ലോകാവസാനത്തെക്കുറിച്ച് പല ആളുകളും പല അഭിപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അതിൽ കൂടുതലും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തവയാണ്. എന്നിരുന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 100 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യം 1924 ഭൂമിയാണോ 2024? ഓരോ ദിവസം കൂടുന്തോറും മനുഷ്യർ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെക്നോളജി ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭാവി പ്രവചിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടേറിയ ഒന്നല്ല. നമുക്ക് നമ്മുടെ ഭൂമിയുടെ പ്രധാന ഊർജ്ജ കേന്ദ്രമായ സൂര്യനിലേക്ക് തന്നെ കടക്കാം. ഈ ഒരു നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശം തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ പ്രധാന ഊർജ്ജം. ഓരോ നക്ഷത്രങ്ങളും നെബുലകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കൂടാതെ ആ നക്ഷത്രം കോടാനുകോടി വർഷങ്ങൾ നീണ്ട രൂപമാറ്റങ്ങൾക്കൊടുവിൽ ഒരു ബ്ലാക്ക് ഹോളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 5.4 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ വലിയ തോതിലുള്ള ഹീലിയം പുറത്തോട്ട് വിടുകയും അത് ബുധൻ, ശുക്രൻ, ഭൂമി എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിലെത്തുകയും ചെയ്യും. എന്നാൽ അത്രയും വർഷങ്ങളൊന്നും വേണ്ടി വരില്ല ഈ ലോകത്തിൻ്റെ അവസാനത്തിന്. കാരണം നമ്മുടെ സൂര്യൻ്റെ ആയുസ് കൂടുന്തോറും അതിൽ നിന്നും പുറത്തോട്ട് വിടുന്ന ചൂടും തിളക്കവും എല്ലാം വർദ്ധിക്കും. അതിനാൽ 1 ബില്യൺ വർഷമാകുമ്പോഴേക്കും ഇപ്പോൾ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ 10% വർദ്ധിക്കും. കൂടാതെ 2.5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലെ സമുദ്രങ്ങൾ പോലും വറ്റി വരണ്ടു പോകുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഭൂമി എന്നത് 2.5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ ശുക്രനെ പോലെ ആയിത്തീരുമെന്ന് തന്നെയാണ്. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായത്. ഈ സിദ്ധാന്തം പ്രകാരം ഇനി ഭൂമിക്ക് ആയുസ് 2.5 ബില്യൺ വർഷങ്ങൾ മാത്രം. എന്നാൽ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. കാരണം അത്രയും വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യർ തൊട്ടടുത്ത ഗ്രഹമായ ചൊവ്വയിലേക്കോ ചിലപ്പോൾ തൊട്ടടുത്തുള്ള സോളാർ സിസ്റ്റത്തിലേക്കോ പോയി താമസിക്കാൻ തുടങ്ങി എന്ന് വരെ വരാം. കാരണം നമ്മുടെ സാങ്കേതിക വിദ്യ എന്നത് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിനാൽ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിനുള്ളിൽ മനുഷ്യർ ഉറപ്പായിട്ടും അതിനൊരു പോംവഴി കണ്ടെത്തിയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ലോകാവസാനം നമ്മൾ കാണാത്ത, നമ്മൾക്കറിയാത്ത അന്യഗ്രഹ ജീവികളുടെ കൈകൊണ്ടാണ് എങ്കിലോ?